ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയായ ഓലനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പയർ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓലൻ തയ്യാറാക്കി എടുക്കാൻ മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങയാണ്. ഞാനിവിടെ ഒരു 400 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് വൻപയർ എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. പയറൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷമാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് അതിൻ്റെ നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കുമ്പളങ്ങ വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. അപ്പോൾ നമ്മൾ വൻപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ 2/2 പാൽ 1 കപ്പാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങുന്നവരെ തുറന്നു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു വെച്ച് 1-2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി കുമ്പളങ്ങയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയൊക്കെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.